പി ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ ഇന്നലെ മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും ഇന്ന് രാവിലെ AKG സെന്ററിലെത്തിക്കണ്ട PV അൻവർ ബോധിപ്പിച്ചു. പാർട്ടി ശക്തമായി ഒപ്പമുണ്ടെന്ന ഊർജ്ജത്തോടെയാണ് PV അൻവർ പുറത്തിറങ്ങിയത്. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, തുടങ്ങുമെന്ന് വിപ്ലവം ഉണ്ടാവരെങ്ങനെയാ? ഇത് ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ, ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ്, അന്തസ്സുള്ള ഗവൺമെന്റാണ്, അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ്. അവരുടെ മുന്നിലാണ് എൻ്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ. മല പോലെ വന്ന് എലിയായെന്ന പരിഹാസത്തിന് എലിയുടെ കരുത്തെന്താണെന്ന് PV അൻവർ ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കേണ്ടവരെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് സർക്കാരിനുള്ള മുന്നറിയിപ്പ്. എലി അത്ര മോശപ്പെട്ട സാധനമൊന്നുമല്ലല്ലോ. ഒരു വീട്ടിലൊരു എലി ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. MR അജിത് കുമാറിനെതിരായ അന്വേഷണം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ജൂനിയർ ഉദ്യോഗസ്ഥരടങ്ങിയ ടീമിനെ ഏൽപ്പിച്ചതിനെതിരെയും അൻവർ തുറന്നടിച്ചു. ഹെഡ് മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു, വളരെ സീരിയസ് ആയ പരാതി ഹെഡ് കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക? ആ ഹെഡ് മാസ്റ്റർ അടുത്തേക്ക് തന്നെയാണ് എന്തെങ്കിലും കാര്യമായി പോകേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമോ? പി ശശിക്കെതിരായ PV അൻവറിന്റെ ആരോപണത്തിനും പോരാട്ടത്തിനും CPM നേതൃത്വത്തിന്റെ അനുഗ്രഹാശിസുകൾ വ്യക്തമാണ്. ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്, ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. അതിനെ തള്ളിക്കളയാൻ കഴിയുമോ? മുഖ്യമന്ത്രി അങ്ങനെ മുഖ്യമന്ത്രി അദ്ദേഹം വീട്ടിൽ നിന്ന് വന്നായതല്ലോ, ഈ പാർട്ടിയല്ലേ ആക്കിയത്. അപ്പോൾ ആരോടാ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക? എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്, പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്. സർക്കാർ ADGPയുടെ തൊപ്പി തെറിപ്പിക്കാത്തതിനുള്ള ഇപ്പോഴത്തെ കാലതാമസം നടപടിക്രമമായി മാത്രം കണ്ട് അൻവർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം വഴിതെറ്റിയാൽ ഉത്തരം പറയിക്കുമെന്ന് പരസ്യമായി സർക്കാരിനെ വെല്ലുവിളിച്ചു. കള്ള അന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയുന്ന ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും. പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ. അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ അട്ടിമറിക്കാൻ പോലീസിൽ നീക്കം തുടങ്ങിയതും പാർട്ടി സെക്രട്ടറിയെ കണ്ട ശേഷം PV അൻവർ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ കൊണ്ടോട്ടിയിൽ ഒരു സ്വർണ്ണ അപ്രൈസർ ഉണ്ട്, ഉണ്ണി, ഈ കസ്റ്റംസിന്റെ അപ്രൈസറാണ്. സ്വർണം കൊടുന്ന പലരുടെയും വീടുകളിൽ ഡാൻസ് ഓഫിന്റെ ആളുകൾ സ്വകാര്യമായി ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ PV അൻവർ നയിക്കുന്നത് ഒറ്റയാൾ പോരാട്ടമല്ല. പാർട്ടി നേതൃത്വത്തിന്റെ ഉറച്ച പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ ഇന്ന് MV ഗോവിന്ദനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്നലെ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ലെന്ന് അൻവർ വിശദീകരിക്കുമായിരുന്നു. ഇവിടെ പാർട്ടി നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് അദ്ദേഹം ഇതെല്ലാം പറയുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.